നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ കൊച്ചുമക്കൾക്ക് അനുയോജ്യരായ പെൺകുട്ടികളെ തന്നെയാ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ആരെതിർത്താലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവരുടെ കല്യാണങ്ങൾ ഞാൻ നടത്തും. ഈ നേരത്തെ നീ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാന്ന് വെച്ചാ? ഇല്ല, എനിക്ക് പോണം. അല്ല, നീ എന്ത് കാരണത്തിന്റെ പേരിൽ ഇവിടെ ഇറങ്ങി പോകുന്നേ? അത് പറ, അത് എല്ലാവരും ഒന്ന് അറിയട്ടെ. ഇത്രയും പേരും പെരുമയുള്ള ഈ തറവാട്ടിൽ എല്ലാവരും അപമാനിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. ഇതൊക്കെ നമ്മുടെ മകന്റെ കല്യാണത്തിന്റെ പേരിലാ ഉണ്ടായത്. അവന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഇവിടെ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത്. അത് പാടില്ല. നമ്മളായിട്ട് ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകാനുള്ള ഇടം വരുത്തരുത്. അല്ല, നീ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കേ ഈ രണ്ട് കല്യാണ ആലോചനയും ഇവിടെ വച്ചങ്ങ് നിർത്താം. അബിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവൻ ഇനി ഇവിടെ നിൽക്കണ്ട. അവനെ ഞാൻ വിദേശത്തേക്ക് പറഞ്ഞയക്കാൻ പോവാ. മായ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ ജാനകിയെടുത്ത് കണ്ടതല്ലേ? ശ്രീകലയ്ക്ക് ദേവികയെ സിദ്ധുവായിട്ടുള്ള വിവാഹത്തോട് യാതൊരു താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ ശ്രീകല ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? കല്യാണം നടന്ന ശ്രീകല മണ്ഡപത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ശ്രീകല ഉണ്ടാക്കിയാൽ അതിന്റെ നാണക്കേട് ആർക്കാ? നമുക്കല്ലേ. നാട്ടുകാരുടെ ബന്ധുക്കളുടെ മുമ്പില് നമ്മൾ നാണം കെടില്ലേ? അതുകൊണ്ട് ഈ കല്യാണം നമുക്ക് നിർത്താം. അതിന്റെ പേരിലുണ്ടായ നഷ്ടങ്ങളൊക്കെ നമുക്ക് സഹിക്കാം. എന്നിട്ട് സിദ്ധുവിന് വേണ്ടി നമുക്ക് വേറൊരു പെണ്ണിനെ കണ്ടെത്താം. സിദ്ധുവിനെ സ്നേഹിക്കാനും സന്തോഷത്തോടെ അവനോടൊപ്പം ജീവിതം പുലർത്താനും കഴിയുന്ന ഒരു നല്ലൊരു പെൺകുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അവനെ സ്നേഹിക്കാൻ പറ്റുന്ന മറ്റാരെയാ മായ കണ്ടുപിടിക്കാൻ പോകുന്നേ? അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. എന്താ ഹരിയേട്ടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, അത് ഒരു കണക്കിന് മായ പറയുന്നത് ശരി തന്നെയാ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് സ്ത്രീകളെ നമുക്കെല്ലാവർക്കും അപമാനം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് മായ പറയുന്നത് പോലെ ഈ കല്യാണം നമുക്ക് നിർത്തിവെക്കുന്നത് തന്നെയാ. മായേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഹരി, നീയും ഇവൾക്ക് കൂട്ടു നിൽക്കാണോ? അല്ലമ്മേ, അല്ല, മായ പറഞ്ഞതിനെ കുറിച്ച് അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ശ്രീകല ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും അമ്മ കണ്ടിട്ടില്ലല്ലോ. ആ നേരത്ത് അമ്മ അമ്പലത്തിലായിരുന്നില്ലേ? അമ്മ അതൊക്കെ കാണണമായിരുന്നു. അത് കണ്ടിരുന്നെങ്കിൽ അപ്പൊ തന്നെ അമ്മ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചേനെ. ഞാനിതെല്ലാം പറയുന്നതേ എന്റെ മോന്റെ കാര്യം ഓർത്തല്ല, നമ്മുടെ സിദ്ധുവിന്റെ ഭാവിയെ ഓർത്താ. അല്ല, സ്ത്രീകളെ പ്രശ്നം ഉണ്ടാക്കിയതല്ല ശരി തന്നെ. എന്ന് കരുതി മുന്നും പിന്നും നോക്കാതെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. അല്ല, അമ്മയുടെ തീരുമാനം എന്താ? ഇനി നമ്മൾ നാണകട നിൽക്കണോ, അതോ ഈ കല്യാണം ഇവിടെ വെച്ച് നടത്തണോ? മഹാദേവ, കല്യാണത്തിന് വേണ്ടി നീ ചെയ്യാനുള്ള ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞു. ഹരി, കാറ്ററിംഗിന്റെ ആൾക്കാരെ വിളിച്ച് നീ സദ്യയുടെ കാര്യം പറഞ്ഞോ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ, മായ താലി പൂജിച്ചു വാങ്ങിയോ? അത് പൂജിച്ചു വാങ്ങി. സിദ്ധുവിനുള്ള താലി ജാനകി പൂജിച്ചു വാങ്ങിയോ? വാങ്ങിയമ്മേ. അപ്പോ
എല്ലാ കാര്യങ്ങളും എല്ലാവരും കൃത്യമായി ചെയ്തു തീർത്തു അല്ലേ? ആ സ്ഥിതിക്ക് തീരുമാനിച്ചതുപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെ സിദ്ധുവിന്റെയും അഭിയുടെയും കല്യാണങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കട്ടെ. മായയ്ക്കും ഹരിദാസനും സംശയങ്ങളും അപമാനഭീതിയൊന്നും വേണ്ട. എന്റെ കൊച്ചുമക്കൾക്ക് അനുയോജ്യരായ പെൺകുട്ടികളെ തന്നെയാ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ആരെതിർത്താലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവരുടെ കല്യാണങ്ങൾ ഞാൻ നടത്തും. ഇനി എന്തിനാ നിൽക്കുന്നത്? എല്ലാവർക്കും പോവാം. വാ. ഈ നാടകമെങ്കിലും വിജയിക്കുന്നു കരുതി, പക്ഷെ അതും പൊളിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും ഹരിയേട്ടാ? ആ ഇനി എന്തിയെ? ഞാനാകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. ഇപ്പൊ ഒന്നും എന്നെ തല ഉദിക്കുന്നില്ല. നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. കണ്ടെത്തിയല്ലേ തീരൂ. ഇനി ഇതും കൂടി പൊളിയോ? ദേ, വെറുതെ നാക്കെടുത്ത് വിളക്കല്ലേ. അമ്മേ, എന്തമ്മേ? മാറി നിക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.